ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ്. വിനയവും എളിമയും തൻ്റെ സ്വത്തായിട്ടുള്ള ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ലളിതമായി തുടങ്ങുന്നു. അതുപോലെ തന്നെ മഹത്തായ കാര്യങ്ങളും നിസ്സാരമായി കണക്കാക്കി ഒഴിവാക്കരുത്. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. തോൽവിയിൽ തുടരുന്നവരല്ല, തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത്. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷേ ചേർത്തു നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. നാം ഏതൊരു കാര്യത്തിലും ഭയപ്പെടുന്നതിൻ്റെ കാരണം എല്ലാം വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ടാണ്. കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാനായാൽ ഒരിക്കലും ഭയമുണ്ടാകില്ല. ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ ഇവയെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് അവരെ സ്നേഹിക്കും. അവരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം അത്രയ്ക്ക് വലുതാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഒന്നുമല്ലായിരുന്നു എന്ന് കാലം തെളിയിക്കും. സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ്. എപ്പോൾ അതില്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തി കുറയുന്നു. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു. ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്കാവശ്യം കഴിവുള്ളൊരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. വാക്ക് അതൊരു കത്തിയാണ്. തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും. അസാധ്യമായതിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതിലും നല്ലത് സാധ്യമായതിനു വേണ്ടി പരാജയപ്പെടുന്നതാണ്. സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭ്യമാകുന്നില്ല. അത് ലഭിക്കുന്നത് നൽകുന്നതിലൂടെയാണ്. ഒരു മനുഷ്യൻ അയാളിലേക്ക് മാത്രമായി സ്വയം ചുരുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അയാൾ അത്രമേൽ വേദനിച്ചിരിക്കണം.